കുങ്ഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. ഇന്ന് നമ്മൾ ബോഡി പവർ കൂട്ടുന്നതിനുള്ള ട്രെയിനിങ്ങാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നോർമലി പുഷപ്സുകളൊക്കെ തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടി ഹെൽപ്പ് ആവുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇത്തരം ഫിറ്റ്നസ് വർക്കൗട്ടുകൾ ഇഷ്ടപ്പെടുന്നവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റേജ് ചെയ്യാം. അത് പുഷപ്സിൻ്റെ പൊസിഷൻ. നമ്മൾ പുഷപ്സ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. കാരണം പുഷപ്സ് ചെയ്യാൻ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതുപോലെ നിൽക്കാനായിട്ട് പലർക്കും കഴിയും. കാരണം ഇങ്ങനെ ഡൗൺ ചെയ്യാനായിട്ട് ആയിരിക്കും ഒരല്പം ബുദ്ധിമുട്ട്. അപ്പം ഇതുപോലെ ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാനായിട്ട് പലർക്കും സാധിക്കും. അപ്പം നിങ്ങൾ ആദ്യത്തെ മൂവ്മെൻറ്റിൽ പുഷപ്സ് ഒട്ടും ചെയ്യാൻ കഴിയാത്തവർ ആദ്യത്തെ ഒരു മൂവ്മെൻറ്റായിട്ട് കണ്ട ഇതുപോലെ ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കുക. കാല് സ്റ്റഡി ആയിട്ട്, മുട്ടുകാല് വളയാതെ ഇതായിട്ട് നിങ്ങൾ നടു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കണ്ട നട്ടൽ ഇങ്ങനെ ബെൻഡായി പോവാതെ സ്ട്രൈറ്റ് ലെവലിൽ നിന്ന് ഒരല്പം മുകളിലേക്ക് ഉണ്ട്. ഇതുപോലെ ഒരു ചെറിയൊരു ബെൻഡ് മുകളിലേക്ക് കൊടുത്തുകൊണ്ട് നേരെ നോക്കിയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നോക്കുക. ഈ ഒരു പൊസിഷനിൽ ഒന്ന് ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഇത് ഏറ്റവും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ, കാരണം നമുക്ക് പുഷപ്സ് പോലും ചെയ്യാൻ പറ്റാത്തവർ ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്നത് ഒരു 10 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. അതുപോലെ ഒരു 3 തവണയായിട്ടൊരു 10 സെക്കൻഡ് വീതം ഒന്ന് ഹോൾഡ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഒരു മൂവ്മെൻറ്റായിട്ട് ഇത് ചെയ്യാം. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 10 സെക്കൻഡ് എന്നുള്ളത് പിന്നെ നമുക്കൊരു 30 സെക്കൻഡ്, അര മിനിറ്റ് വരെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യാം. അപ്പോൾ അത് 3 തവണയായിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് ആദ്യത്തെ ഒരു സ്റ്റേജായിട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ നിൽക്കുന്നത് നിങ്ങൾ അത് ചെയ്തൊന്ന് സ്ട്രെങ്ത് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് അടുത്തൊരു സ്റ്റെപ്പ് വരുന്നത് നമ്മൾ പുഷപ്സ് ചെയ്യുന്നത് പോലെ തന്നെ ഉണ്ടാ കൈ ഇവിടെ നിന്ന് ബെൻഡ് ചെയ്തുകൊണ്ട് ഉണ്ടാ നമ്മുടെ മുട്ട് കൈ ഇതുപോലെ മടങ്ങി നിൽക്കുന്ന പോലെ, പക്ഷേ ബോഡി ഫ്ലോറിൽ ടച്ച് ചെയ്യാതെ കറക്റ്റ് ലെവലിലാണ് നിൽക്കേണ്ടത്. ഇതിങ്ങനെ ബെൻഡായി പോവാതെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ഫുള്ളായിട്ടാണ് നേരെ നോക്കുക. ഈ സമയത്തും നമ്മൾ നടുവ് താഴ്ന്നു പോവാതെ ഒരല്പം ഒന്ന് മുകളിലേക്ക് ചെറിയൊരു ടൈറ്റ് കൊടുത്തുണ്ടെങ്കിൽ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യാം. ഇതും നിങ്ങൾ 10 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക 3 തവണയായിട്ട്. അതിനുശേഷം ഓരോ ദിവസം തോറും പ്രാക്ടീസ് ചെയ്യും തോറും ഈ ഒരു ടൈം കൂട്ടുക. 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് ആ ഒരു സമയം വരെ. കാരണം നമ്മൾ പുഷപ്സ് എടുക്കുന്നത് പോലെ തന്നെ ടഫായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിങ്ങനെ ഒന്ന് സ്റ്റേ ചെയ്യുക എന്നുള്ളത്. ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് നല്ല രീതിയിൽ ബോഡിയിലേക്ക് ടൈറ്റ് വരുന്നുണ്ട്. കുറച്ച് സമയം നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു വൈബ്രേഷൻ അറിയാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു സ്റ്റേജ് നോക്കാം. ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഒരു കാല്, അപ്പോൾ നമ്മൾ ഈ 2 കാലിൽ ഒരു കാല് ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്യാം. ഇതുപോലെ ഒന്ന് ഉയർത്തിയിട്ട് 2 കൈയിലും ഒരു കാലിലും വെയിറ്റ് വരുന്ന രീതിയിലൊന്ന് ഹോൾഡ് ചെയ്യുക. നേരെ തന്നെ നോക്കിയിട്ട് ഹോൾഡ് ചെയ്യുക. ഇതും 10 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. 3 തവണയായിട്ട് ചെയ്യുക. അതിനുശേഷം ഡ്യൂറേഷൻ പ്രാക്ടീസ് അനുസരിച്ച് ഡ്യൂറേഷൻ കൂട്ടുക. 30 സെക്കൻഡ് അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന പോലെ തന്നെ ഡ്യൂറേഷൻ കൂട്ടി എടുക്കുക. അതിനുശേഷം അടുത്ത ലെഗ്, ഞാൻ 2 ലെഗും ചെയ്യുന്നില്ല, ഒരു ലെഗ് ഒരു സൈഡ് ചെയ്യുന്നു. സെയിം ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒന്ന് അപ്പ് ചെയ്യാം. ഈ ഒരു പൊസിഷനിൽ വരിക. അതിനുശേഷം ഒരു കൈ ഇതുപോലെ ഈ ഒരു കൈ ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഷോൾഡർ വേണ്ട ഇങ്ങനെ തിരിഞ്ഞ് പോകരുത്. നമ്മുടെ ഷോൾഡർ നമ്മൾ ഈ 2 കൈയിൽ നിൽക്കുന്ന ആ ഷോൾഡറിൻ്റെ ലെവലിൽ തന്നെ ഈ ലെവലിൽ കീപ്പ് ചെയ്തുകൊണ്ട് വേണ്ട ഈ ഒരു കൈ ഒന്ന് ജസ്റ്റ് നേരെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇതും സ്റ്റാർട്ടിങ്ങിൽ ഒരു 10 സെക്കൻഡ് ഇത് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം 30 സെക്കൻഡ് വീതം വരുന്ന രീതിയിൽ തന്നെ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത കൈയും ഇത് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സൈഡിലേക്ക് പോവാതെ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ ലെവലിൽ തന്നെ വേണം ഈ ഒരു കൈ ചെയ്യാണ്ട്. സെയിം ഇതൊന്ന് ഇതേ പൊസിഷൻ ചെയ്യാം. ഈ നിൽക്കുന്ന പൊസിഷനിൽ തന്നെ ലെഗ് ഇതുപോലെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്യാം. ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് സെയിം ഇതേ സമയം തന്നെ ഇതേ ഡ്യൂറേഷൻ തന്നെ കൊടുത്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ഓപ്പോസിറ്റ് ഇതുപോലെ. അപ്പോൾ അടുത്തൊരു സ്റ്റേജിൽ ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യാം. ഇവിടെ നിന്ന് ഒരു കൈ നിങ്ങളുടെ ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് മാത്രം ഉണ്ടോ ഇതുപോലെ ഒന്ന് അപ്പ് ചെയ്യുക നേരെ മുകളിലേക്ക്. ഈ സമയത്ത് ബോഡി ഒന്ന് സൈഡിലേക്ക് തിരിച്ചുകൊണ്ടിരുന്നു ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇതിങ്ങനെ ഇവിടെ നിന്ന് ഡൗൺ ആവരുത്, ഇത് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുക. അതിനുശേഷം ഇതിവിടെ താഴെ ഒന്ന് ടച്ച് ചെയ്യുക. ഓപ്പോസിറ്റ് അടുത്ത കൈ എടുത്തിട്ട് ഉണ്ടോ ഇതുപോലെ ബോഡി കൂടി ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു വരുന്ന രീതിയിൽ ഇതൊന്ന് ഹോൾഡ് ചെയ്യുക. ഇവിടെ ഒന്ന് ഒരു 5 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക, തിരിച്ചു പോരുക. അതുപോലെ തന്നെ ഈ കൈ എടുക്കുന്ന സമയത്തും 5 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം തിരിച്ചു പോരുക. അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. ഇത്തവണ നമ്മൾ ആദ്യം നിന്ന പൊസിഷനിൽ നിന്ന് കൈകൾ ഇതുപോലെ ഒന്ന് വൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത്ര ഒന്ന് വൈഡ് ചെയ്ത് വെക്കുന്നത്. ഇവിടെ നിന്ന് വൈഡ് ചെയ്തിട്ട് വേണ്ട മുട്ട് കൈ ഇതുപോലെ ഒന്ന് മടക്കുക. ഈ ഒരു പൊസിഷനിൽ ഇവിടെയും നമ്മൾ ഗ്രൗണ്ട് ടച്ച് ചെയ്യണില്ല, ബോഡി സ്ട്രൈറ്റ് ആയിട്ട് വെക്കുന്നത്. ഇപ്പോൾ ഷോൾഡറിലേക്കും നല്ലൊരു സ്ട്രെങ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റഡി ആകുക. നടുവ് താഴേക്ക് പോകാതെ ഒരല്പം നട്ടൽ മുകളിലേക്കൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതും 10 സെക്കൻഡ് ഒന്ന് 3 തവണയായിട്ട് ഹോൾഡ് ചെയ്യുക.
അതിനുശേഷം പ്രാക്ടീസ് അനുസരിച്ച് ഡ്യൂറേഷൻ കൂട്ടാം. അപ്പോൾ ഈ മൂവ്മെൻ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു സ്റ്റേജ് കൂടി നോക്കാം. അപ്പോൾ ഇത്തവണ നമ്മൾ ഇടത് കൈയും വലത് കാലും ഒരേ സമയം റേസ് ചെയ്യണം, ഓപ്പോസിറ്റ് സൈഡ് വീതം റേസ് ചെയ്യണം. അപ്പോൾ ഈ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് കണ്ട ആദ്യമേ നിങ്ങളുടെ റൈറ്റ് ലെഗ് വലത് കാല് ഇതുപോലെ ഒന്ന് അപ്പ് ചെയ്ത് വെക്കുക. 2 കൈയിലേക്ക് നന്നായിട്ട് ഫോഴ്സ് കൊടുക്കുക. അതിനുശേഷം ഇടത് കൈ ഇവിടെ നിന്ന് ഒന്ന് റേസ് ചെയ്യുക. ഒന്ന് ബാലൻസ് ആയതിനു ശേഷം നിങ്ങൾ ആദ്യത്തെ മൂവ്മെൻറ്റുകളൊക്കെ ചെയ്തൊന്ന് ബാലൻസ് ആയിട്ട് വേണം ഇത് ചെയ്യാണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുക. ആദ്യം ഒന്ന് 10 സെക്കൻഡ് വീതം ഒന്ന് ഹോൾഡ് ചെയ്യുക, 3 തവണയായിട്ട് ഹോൾഡ് ചെയ്യുക. ഓരോ ദിവസവും പ്രാക്ടീസ് അനുസരിച്ച് മാത്രം ഡ്യൂറേഷൻ കൂട്ടുക. ഇത് ഡൗൺ ചെയ്യുക. അതിനുശേഷം അടുത്ത ലെഗ് എടുക്കുന്ന സമയത്ത് ഈ ലെഗ് ചെയ്യുന്ന സമയത്ത് അടുത്ത കൈ ഒന്ന് ലൂസ് ചെയ്തിട്ട് സ്ലോലി ഇതുപോലെ ആദ്യം ഒന്ന് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഡ്യൂറേഷൻ കൂട്ടുക. ഇതും 3 തവണയായിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഹൈപ്പ് കൂടി ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.